എല്ലാവരും സഹായിക്കണം. 1 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്യുന്നത്. എന്റെ കുഞ്ഞു മക്കൾ ഓർത്തിട്ടെങ്കിലും എല്ലാവരും സഹായിക്കണം. അമ്മേനെ എല്ലാവരും സഹായിക്കണം. എൻ്റെ നമുക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മളെ സഹായിക്കണം. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉള്ളത്. ഹോസ്പിറ്റൽ കാണിച്ചാലും പറഞ്ഞേ വേഗം കിഡ്നി മാറ്റി വെക്കാനാ പറയുന്നത്. എല്ലാവരും സഹായിക്കണം. കുഞ്ഞു മക്കളെ ഓർത്തിട്ടെങ്കിലും സഹായിക്കണം. കുഞ്ഞുമക്കളെ കണ്ടിട്ട് കൊത്തിരിട്ടില്ല. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കട കാഴ്ചയിലാണ്. കാരണം ഈ 2 കുഞ്ഞു മക്കളുടെ മാതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു നാട് മുഴുവനും ഒറ്റക്കെട്ടായി കൈകോർക്കുന്നത്. നിങ്ങൾ നോക്കണം, ഈ 2 പിഞ്ചു മക്കളാണ് ഈ സഹോദരിക്കുള്ളത്. ഈ ഏട്ടനാണെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇത്രയും നാൾ, ഏകദേശം എത്ര വർഷമായി എന്ന് പറഞ്ഞപ്പോൾ 2 വർഷത്തോളമായി ഒരാളെ മുമ്പിൽ പോലും കയ്യിൽ നിന്ന് കിട്ടാതെ ഈ ഒരു ചെറിയ കൊച്ചു വീടൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ നിലയൊക്കെ നോക്കിയാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവർ. ഒരു ബാത്റൂം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇതുവരെ ഈ മക്കളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സഹോദരിയെ ഒരാളെ മുമ്പിലും കാണിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇനി യാതൊരു തരത്തിലുള്ള നിവൃത്തിയില്ലാതുകൊണ്ട് മാത്രം ഈ മോളൊക്കെ മുഖം നിങ്ങൾ നോക്കി, നിഷ്കളങ്കമായ മക്കളാണ്. എന്താണ് അമ്മക്ക് അസുഖം എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. ഈ മക്കളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുക, മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. എന്താണ് ഈ പറയുന്നത്, എൻ്റെ അമ്മക്ക് എന്താണ് അസുഖം എന്നൊന്നും അറിയാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏതൊരു വിശ്വാസിയെയും ഈ ഒരു സമയത്ത് നാം സഹായിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും സഹായിക്കണം. കാരണം ഈ പാവപ്പെട്ട സഹോദരന്റെ നിങ്ങൾ മുഖമൊന്ന് നോക്കി എൻ്റെ അടുത്ത് പറയാ, ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എനിക്കതൊന്നും സംസാരിച്ച് പരിചയമില്ല. എൻ്റെ ഭാര്യയെ നിങ്ങൾ സഹായിക്കണം, എൻ്റെ ഭാര്യയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹായിക്കണം. കാരണം ഞങ്ങൾ ജീവിച്ച് കൊതി പോലും മാറിയിട്ടില്ല, നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി, ഹൃദയം നുറുങ്ങുന്ന തരത്തിലുള്ള ഈ ഒരു വേദനയോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ യാചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സഹായിക്കണം. ഈ പൊന്നു മോളെ ഓർത്തിട്ട്, ഈ 2 ചെറിയ മക്കളെ ഓർത്തിട്ട്, നമ്മുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിൽ ഒന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയിലെ മുള്ളിയം പ്രദേശത്തുള്ള ഷിജിന, 32 വയസ്സ് മാത്രമാണ് പ്രായം. 2 കിഡ്നികളും തകരാറിലായി ചികിത്സയിലാണ്. 2 മക്കളുടെ അമ്മയായ ഷിജിനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിലവിലുള്ള ചികിത്സ ഫലപ്രദമായ രീതിയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കിഡ്നി മാറ്റിവെക്കുന്നതാണ് ഷിജിനയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും ഉപകാരപ്പെടുക എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ആ ചികിത്സ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി ആ കുടുംബത്തിനില്ല. നാട്ടുകാരുടെ വിലപ്പെട്ട സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സ പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കാനും ഷിജിനയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ ഘട്ടത്തിലാണ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കുറച്ച് തുക സമാഹരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെർപ്പുളശ്ശേരിയിലെ ഫാറൂഖ് നമ്മുടെ ഈ ഷിജിനയുടെ ചികിത്സയുടെ സഹായത്തിനായി വലിയ ഒരു ശ്രമവുമായിട്ടാണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഫാറൂഖിലൂടെ നമുക്ക് ഷിജിനയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും ചെറിയ സഹായമായാൽ പോലും സഹായിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 32 വയസ്സായിട്ടുള്ള യുവതിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മട്ടന്നൂർ നഗരസഭയിൽ മണ്ണൂർ വാർഡിൽ മുള്ളിയം പ്രദേശത്ത് 2 കുട്ടികളുടെ മാതാവായ ഷിജിന എന്നു പേരുള്ള ഒരു യുവതി, 32 വയസ്സുള്ള, സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് PK ഷൈമ. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സംഭാവനകൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ അബ്ദുൽ അസീസ്, മണ്ണൂർ ഹിദായത്തുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിൻ്റെ പ്രസിഡന്റാണ്. അതിലെല്ലാവരും സഹായത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് പറയുന്നു. മട്ടന്നൂർ നഗരസഭയിലെ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. നിങ്ങൾ ഓരോരുത്തരെയും സുമനസ് ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഞാനിവിടുത്തെ ഈ ഷിജിന ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുമാണ്.
അപ്പോൾ സുമനസ്സുള്ള എല്ലാവരുടെയും സഹായം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുക. നമ്മുടെ മണ്ണൂരിലുള്ള ഷിജിനയുടെ ചികിത്സാ സഹായാർത്ഥം വീഡിയോ കാണുന്ന എല്ലാവരും 2 കിഡ്നിയും മാറ്റി വെക്കാനുള്ള സഹായമാണ് നൽകേണ്ടത്. ഞാൻ പ്രീ പഞ്ചായത്ത് മെമ്പറാണ്. അതുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ CPM-ൻ്റെ മരുതായി ലോക്കൽ സെക്രട്ടറിയാണ്. ഷിജിനയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൽ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുക. പ്രിയമുള്ളവരെ, മണ്ണൂർ മുള്ളിയം പ്രദേശത്ത് ഷിജിന എന്ന് പറയുന്ന യുവതി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാൻ്റെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മണ്ണൂരിലുള്ള 2 കുഞ്ഞുമക്കളുടെ മാതാവായ ഷിജിനയുടെ എല്ലാവരും അവരുടേതായ സംഭാവനകൾ നൽകി സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ OK പ്രസാദ്, കോൺഗ്രസിൻ്റെ മട്ടന്നൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് എല്ലാ ആളുകൾക്കും വേണ്ടി, കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ നാട്ടുകാർക്ക് വേണ്ടിയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.